ഹലോ ഫ്രണ്ട്സ്, ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് എക്സാം അപ്ലൈ ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ റാങ്ക് മേക്കറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ നിങ്ങൾക്ക് ഇതിൽ വീക്ക്ലി അവൈലബിൾ ആക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ ഇത് ബുക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 750 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കണ്ടൻറ്റ് എന്ന് പറയുന്നത് സിലബസ് വൈസ് നോട്ട്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറുമാണ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് MLTയുടെയോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെയോ ഒക്കെ ക്വസ്റ്റ്യൻ ആൻസർ ഈ ആഴ്ച നോക്കാം. ഇതിൽ നോട്ടാണ് ഈ വരുന്നത്. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതിൻ്റെ ടോപ്പിക്കല്ല, ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്ത് അവൈലബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടിഷ്യൂ പ്രോസസ്സിംഗ് ഈസ്, ഇതിനകത്ത് 4 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഫിക്സേഷൻ, എംബെഡിങ്. അപ്പോൾ ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഹിസ്റ്റോപത്തോളജി ഏരിയയിലാണെന്ന് തോന്നുന്നു വരുന്നൊരു പ്രോസസ്സാണ്. MLTയിൽ വരുന്ന ഭാഗമാണ്. അപ്പം അതിൻ്റെ നോട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫിക്സേഷനാണ്. ടിഷ്യൂ പ്രോസസ്സിങ്ങിൽ ആദ്യം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സേഷനാണ്. അതേ കണക്ക് ഫിക്സേറ്റീവായിട്ട് ഹിസ്റ്റോപത്തോളജിയിൽ MLTയിൽ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോപത്തോളജിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാണെന്നുള്ളത് അത് 10% ഫോർമാലിനാണ്. ഈ ഒരു ടെക്സ്റ്റിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇനിയുള്ള വീക്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.